ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വലിയ്യുൽ മുത്തഖീൻ വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അസ്സാദിഖുൽ വഅദുൽ അമീൻ സല്ലല്ലാഹു അലൈഹി വഅലാ ആലിഹി വഅസ്ഹാബിഹി വമൻ സാറ അലാ നഹ്ജിഹി ഇലാ യൗമിദ്ദീൻ. أما بعد فإن خير الكلام كلام الله خير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة في دين الله فهي ضلالة والضلالة مصيرها إلى النار أعاذنا الله وإياكم من النار. أيها الإخوة والأخوات أوصيكم ونفسي أولا بتقوى الله تعالى وطاعته وأحذركم من عصيانه ومشاقته فاعلموا أنكم إذا أطعتموه أدخلكم الجنة وإن عصيتموه عذبكم بما لا تطيقون أعاذنا الله وإياكم من عذابه وعقابه ونقمه. സ്റ്റേജിൽ ഇരിക്കുന്ന പണ്ഡിതന്മാരെ, സദസ്സിലുള്ള നേതാക്കന്മാരെ, കാരണവന്മാരെ, സ്നേഹിതന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആദ്യമായി ഒരു കാര്യം അറിയിക്കുന്നു. സത്യവിശ്വാസം ഉൾക്കൊണ്ടുകൊണ്ട് തൗഹീദിന്റെ മാർഗത്തിൽ ഒരുമിച്ച് കൂടിയ ഈ കാണുന്ന നല്ല മുഖങ്ങളെ മുഴുവനും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഞാൻ തൃപ്തിപ്പെടുന്നു. ഇന്നി ഉഹിബ്ബുക്കും ഫില്ലാ. അത് പറയാനൊരു കാരണമുണ്ട്. ഞാൻ മുമ്പ് കുത്തുബിയത്ത് അതിൻ്റെ ഖലീഫയായി നടത്തിയിരുന്ന ഒരു കുടുംബത്തിൽ അതിൻ്റെ വക്താവായി 38 കൊല്ലം മുമ്പ് നടന്നിരുന്ന ഒരു വ്യക്തിയാണ്. എന്തിന് ഞാൻ ഇത് ഉപേക്ഷിച്ചു എന്ന് നിങ്ങളോട് പറയേണ്ട ഒരു കടമ എനിക്കുണ്ട്. ഞാൻ അത് മാത്രം പറഞ്ഞുകൊണ്ട് ഇവിടെ നിന്ന് സ്ഥലം വിടും. ഒരുപാട് അനുഭവങ്ങളുണ്ട്, എല്ലാം പറയാൻ സമയമില്ല. ഫത്ഹുൽ മുഈൻ ഓതുന്ന കാലത്ത് ഇമാമിന് സലാം കിട്ടിയാൽ എഴുന്നേൽക്കലാണ് അഫ്ളൽ എന്ന ഭാഗം എത്തിയപ്പോൾ പൂനൂർ അവേൽത്ത പള്ളിയിലാണ് ഓതുന്നത്. കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ നാട്ടിലെ തൊട്ടപ്പുറത്തുള്ള പള്ളിയിൽ. അന്ന് കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ ചാലിയത്ത് ഓതുന്ന കാലമാണ്. അപ്പൊ എനിക്ക് എൻ്റെ പിതാവിൻ്റെ നിർദ്ദേശമുണ്ട്, ഏതൊരു മഹല്ല് സബക്കിന് ഓതാൻ പോകുമ്പോഴും അതിൻ്റെ ഹാഷിയകളും ഷറഹുകളും നോക്കിയിട്ട് വേണം പോകാനെന്ന്. ഞാൻ അതിൻ്റെ ഭാഗം ഇയാനത്തിലും തർശീലുമൊക്കെ നോക്കുകയും എനിക്കറിയുന്നത് പോലെ നോക്കുകയും വലിയ മുസ്ലിയാക്കം അവിടെ ഓതുന്ന കുട്ടികളോട് ചോദിച്ച് പഠിക്കുകയും ചെയ്തിട്ടാണ് പോകാറ്, പിതാവിൻ്റെ നിർദ്ദേശപ്രകാരം. അങ്ങനെ ഇമാമിന് എഴുന്നേൽക്കലാണ് അഫ്ളൽ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, പിന്നെ അതല്ലേ നല്ലത്, എന്തിനാ അവിടെ തന്നെ ഇരിക്കുന്നത്? എടോ മഅ്മൂമിങ്ങളെ പഠിപ്പിക്കണ്ടേ? ഗുരുനാഥൻ എൻ്റെ ഒരു എളാപ്പ തന്നെയാണ്, നേരെ എളാപ്പയല്ല, അടുത്ത കുടുംബമാണ്. മഅ്മൂമ പഠിച്ചാൽ പിന്നെ ഉറക്കെ ചെല്ലാൻ പാടില്ല എന്ന് തർശീഹിൽ പറഞ്ഞിട്ടില്ലേ? എന്നോട് ആരെയും തർശീഹ് നോക്കാൻ പറഞ്ഞു? ആരെയും പറഞ്ഞിട്ട് വേണോ? എന്നോട് ബാപ്പ പറഞ്ഞതാ നോക്കാൻ. നമ്മൾ മഅ്മൂമിങ്ങൾ ഖിയാമത്ത് നാൾ വരെ പഠിക്കൂലല്ലേ? അതെന്താണ് അങ്ങനെ? ചെറുപ്പം മുതൽക്കേ കേൾക്കുന്നുണ്ട് ചെല്ലി പറയല്, ഇന്ന് വരെ നിർത്തിയിട്ടില്ല. മഅ്മൂമിങ്ങളാരും പഠിച്ചിട്ടുമില്ല. അപ്പൊ അതവരെ പഠിപ്പിക്കാത്ത കൊണ്ടല്ലേ എണീക്കടാന്ന് പിടിച്ച് പുറത്താക്കി. ദർസിന്ന് അന്ന് പുറത്തു പോന്നു. പിന്നെ പോയത് മൂപ്പര ഉസ്താദിന്റെ അടുക്കലാണ്. എൻ്റെ പിതാവിൻ്റെ അമ്മാമൻ്റെ മകൻ മൂപ്പര ഉസ്താദ്, മൂപ്പരെടുക്കല പിന്നെ പോയി കിതാബ് ഓതിയത്. അങ്ങനെ ഒരുപാട് സംഭവങ്ങളിൽ കൂടെ പോന്നു. കുത്തുബിയത്തിന്റെ സദസ്സുകളിൽ പോകും. ഒരു ദിവസം ഒരു കുത്തുബിയത്ത് കഴിഞ്ഞ് വന്നപ്പോ ഉസ്താദിനോട് ചോദിച്ചു, എന്തിനാണ് ഇപ്പൊ നമ്മൾ ഈ മൊയ്തീൻ ശേഖനെ വിളിക്കുന്നത്? അള്ളാനെ വിളിച്ചുകൂടെ ആ സ്ഥാനത്ത്? പിന്നെ എന്താടാ വിളിക്കേണ്ടത്? അള്ളാ അള്ളാ അള്ളാന്ന് വിളിക്കണം. അള്ളാന്ന് പറഞ്ഞാൽ കൂലി കിട്ടൂലോ. മൊയ്തീനെ തന്നെ നമുക്ക് എന്ത് കൂലിയാ കിട്ടുക?
കിട്ടിയതൊരടിയാണ് പെരടി. പറയിൽ തിന്നുമ്പോൾ ചെവിടുത്തൊരടിയാണ്. ഈ വിവരം വ്യാഴാഴ്ച വന്ന് വാപ്പാനോട് പറഞ്ഞു, ഇങ്ങനെയൊക്കെ സംഭവം ഉണ്ടായി. ഇങ്ങനെ ചോദിച്ചപ്പോൾ അടിച്ചു, നയ്യി അങ്ങോട്ട് പോകണ്ടെന്ന് പറഞ്ഞു. ചോദ്യത്തിന് അടി കിട്ടുകയാണെങ്കിൽ അങ്ങോട്ട് പോകണ്ടെന്ന്. അള്ളാനെ വിളിക്കുന്നതിന് പകരം വൈദ്യനെ വിളിച്ചാൽ കൂലി കിട്ടുമെന്ന് ചോദിച്ചതിന് ഈ അങ്ങോട്ട് പോകണ്ട. എന്റെ പിതാവ് എനിക്ക് ഉത്തരം തന്നു. അപ്പൊ ചുരുക്കത്തിൽ ഇതിന് ഈ പരിപാടികൾക്ക് അവർക്ക് എന്തില്ല, ഒരു മറുപടിയും പറയാൻ ഇല്ല. ഇതൊരു കാലത്ത് സാധുക്കളായ കുറെ ആളുകൾക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഉണ്ടാക്കിയൊരു പരിപാടിയാണ്. മുതലാളിമാരിൽ നിന്ന് നേർച്ചയാക്കാതെ പണം പുറത്തിറങ്ങൂല. അപ്പൊ നേർച്ചയാക്കിക്കാൻ വേണ്ടി ഉണ്ടാക്കിയൊരു പരിപാടി. നേർച്ചയാക്കൽ കറാഹത്താണ് എന്ന് ഇവരോട് പറഞ്ഞാൽ അവർ സ്വീകരിക്കൂല. ഫിഖ്ഹിന്റെ കിതാബുകളിലൊക്കെയും കാണാൻ നേർച്ചയാക്കൽ കറാഹത്താണ്. അത് ബഖീലിൽ നിന്ന് മുതലിനെ പിടിക്കാനുള്ള പരിപാടിയാണെന്ന് നബിയുടെ ഹദീസും കാണാം. ഇത് ഇവരെന്താവൂല, ഇവരൊരിക്കലും അക്കാര്യം അംഗീകരിക്കുകയില്ല. ഇപ്പോൾ അവർക്കുള്ള ആവശ്യം ഏത് നിലക്കും മുജാഹിദിനെ എതിർക്കുക എന്നുള്ളതാണ്. ഏത് നിലക്കും അതിന്റെ എന്തെല്ലാം പരിപാടി ഉണ്ടോ അതൊക്കെ അവർ കാണും. നാദാപുരം വാദപ്രതിവാദം നടക്കുക, സുന്നി മുജാഹിദ് തമ്മിൽ. അത് യഥാർത്ഥ രൂപം അതിൽ കൃത്രിമം ചെയ്ത മുസ്ലിയാരുടെ മകളെ മകൻ, നേരെ മകനല്ല മകളെ മകൻ നേരിട്ട് എന്നോട് പറഞ്ഞ വിവരമാണ്. ഞാൻ ആ നാട്ടിൽ ജോലി ചെയ്യുന്ന കാലത്ത് 1969 ഞാൻ അവിടെ ജോലി ചെയ്യുന്ന കാലത്ത് അയാൾ എന്നോട് പറഞ്ഞ കഥയാണ്. അയാളുടെ മകൻ നാദാപദം വാദപ്രതിവാദം നടക്കുമ്പോ ഔലിയാക്കന്മാരുടെ കറാമത്ത് മുറിഞ്ഞു പോകൂലേ, ഇതാണ് തർക്കം. അങ്ങനെ തർക്കിക്കുന്നതിനിടയിൽ കിതാബിന്റെ ഇബാറത്ത് വായിക്കാൻ വേണ്ടി കട്ട്ലശ്ശേരി അബൂബക്കർ മൗലവിക്ക് കൊടുത്തയക്കാണ് സുന്നി പക്ഷത്തിൽ നിന്ന്. ആ സമയത്ത് മരണപ്പെട്ടു പോയ ഈങ്ങവളപ്പിൽ മൊയ്തീൻ മുസ്ലിയാർ എന്ന് പറയുന്ന മനുഷ്യൻ അദ്ദേഹത്തിന്റെ കീശയിൽ നിന്ന് കത്തിയെടുക്കുകയും കിതാബിന്റെ ലാ എഴുതിയെടുത്തുള്ള ആ അലിഫ് അതങ്ങ് വരണ്ടുകയും ചെയ്തു. എന്നിട്ട് കിതാബം കൊടുത്തയച്ചു ആർക്ക്? കട്ട്ലശ്ശേരി അബൂബക്കർക്ക് വായിക്കാൻ വേണ്ടി. വദി അബ്ദുൽ ഖാദർ മുസ്ലിയാർ ചാറ് കസാലിൽ മലന്ന് കിടക്കുന്നുണ്ട്. അപ്പൊ വായിച്ചു. മൂപ്പര് കിതാബ് എന്നെ കണ്ടപ്പോ ലാമിന്റെ വിശേഷ അലിപ്പിൽ എന്താ എന്ന് വായിച്ച പാടിന് പതി ചോദിക്കാണ്, ലാ കട്ടതോ അതല്ല വിട്ടതോ? ഇതിൽ ലാ ഇല്ല, ഇതിൽ ലയം കത്യു എന്നാണുള്ളത്. ചോദിക്കുന്നു വീണ്ടും, ലാ കട്ടതോ അതല്ല വിട്ടതോ? അലിപ്പ് വരണ്ടിയതാരാണ്? ഈങ്ങവളപ്പിൽ മൊയ്തീൻ മുസ്ലിയാർ. ആരാ ഇത് എന്നോട് പറഞ്ഞത്? അദ്ദേഹത്തിന്റെ മകളെ കെട്ടിയ പട്ടോളി കുട്ടിയസ മുസ്ലിയാരുടെ മകനായ ഈങ്ങവളപ്പൽ അഹമ്മദ്. അവനാണ് ഇപ്പോഴും ആ വീട്ടിൽ പാർക്കുന്നത്. എന്റെ സ്നേഹിതനാണ്, എനിക്കറിയാം. അന്ന് ഞാൻ ചിന്തിച്ചു, പടച്ചതമ്പുരാൻ ഇക്കൂട്ടരെ കൂടിയ മൂവിനായിട്ട് മരിക്കാൻ ഏതായാലും കഴിയൂല. എന്നിട്ടും ഞാൻ മാറിയിട്ടില്ല കേട്ടോ. ഇത് 68 എന്നിട്ടും ഞാൻ മാറിയിട്ടില്ല. അപ്പൊ ലാ ബടിമുണങ്ങി എന്നുള്ള പേര് മുജാഹിദീങ്ങൾക്ക് ഇട്ട കാലത്ത് ആ പേര് കൃത്രിമമുണ്ടാക്കി കുഴപ്പമുണ്ടാക്കി കൂക്ക് വിളിക്കുന്ന ഒരു പരിപാടി. അതോടുകൂടെ നാദാപുരം കൂക്കുവിളിയായി വാദപ്രതിവാദം കലങ്ങി പതിയും കൂട്ടരും ഓലും പോയി മറ്റോലും കൂട്ടരും ഇങ്ങോട്ടും പോയി. ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന് ഒരാൾ പറഞ്ഞു, കട്ടതല്ല കട്ടിലശ്ശേരിയാണ്. അതും പറഞ്ഞിട്ട് അത് സംഭവം പിരിഞ്ഞു. ഇത് നാദാപുരം വാദപ്രതിവാദത്തിൽ നടത്തുന്ന സംഭവം. അതിന്റെ പ്രധാന ഒരു കക്ഷിയായ ഈങ്ങവളപ്പിൽ മൊയ്തീൻ മുസ്ലിയാരുടെ മകളെ മകൻ ഈങ്ങവളപ്പിൽ അഹമ്മദ് മൗലവി എന്ന കൊമ്പളിപ്പള്ളിയിലെ ഇന്നത്തെ കാളി അഹമ്മദ് എന്ന് പറയുന്ന അദ്ദേഹം പറഞ്ഞതാണ് ഇക്കഥ എന്നോട്. കാരണം ഞങ്ങൾ രണ്ടുപേരും ഒരു സ്ഥലത്ത് ജോലി ചെയ്തതാണ്. ഒരേ സ്ഥലത്ത് 3 കൊല്ലം ജോലി ചെയ്തിട്ടുണ്ട്. പിന്നീട് അവസാനം ഞാൻ പൂർണ്ണമായും പോരാനുണ്ടായ കാരണം ചേറൂര് പൂച്ചോലമാടി എന്ന സ്ഥലത്തും കുഞ്ഞാല മുസ്ലിയാർക്കറിയാം. അതിന്റെ അടുത്തുള്ള സ്ഥലത്ത് മൂപ്പര് പള്ളിക്കല ഖത്തീബും മദ്രസ സദറുമായിരുന്നു കുഞ്ഞാല മുസ്ലിയാർ ജോലി ചെയ്തത്. പൂച്ചോലമാട്ടിന് ജമാഅത്ത് ഇസ്ലാമിക്കാരാണ് പള്ളി നടത്തിയിരുന്നത്. ഖുത്ബ പരിഭാഷയായിരുന്നു. സുന്നികളും ജമാഅത്തേരും മുജാഹിദും എല്ലാവരും ആ ജുമാഅക്ക് പോകും. അവിടെ ബഷീർ മുസ്ലിയാർ വന്നു വയലിന് വേണ്ടി. അയാളെ കൊണ്ടുവന്ന് വയൽ പറഞ്ഞ അയാളെ നാടിനടുത്താണ്. വയലിൽ അദ്ദേഹം പറഞ്ഞത് ഖുത്ബ പരിഭാഷ പാടില്ല, തെറ്റാണെന്നുള്ള കാര്യങ്ങളാണ്. പാടില്ല.
അങ്ങനെ ജനങ്ങളിടയിൽ ആശയക്കുഴപ്പമുണ്ടാക്കി. ജനങ്ങൾ കുഴപ്പത്തിലായി. വഴക്കും വക്കാണവുമായപ്പോൾ അവസാനം അവർ ചർച്ചയിൽ തീരുമാനിച്ചു കണ്ണിയത്തിന്റെ ഫത്വ സ്വീകരിക്കാം, മധ്യസ്ഥം സ്വീകരിക്കാമെന്ന്. അങ്ങനെ തീരുമാനിച്ചു. ഒരു ബുധനാഴ്ച കണ്ണിയത്തിന്റെ അടുത്തേക്ക് രാത്രി വരുന്നു. ആ ബുധനാഴ്ചയുടെ തലേ ദിവസം ചൊവ്വാഴ്ച രാത്രി പതി അബ്ദുൽ ഖാദർ ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ കണ്ണിയത്തിന്റെ അരിയത്ത് വരുന്നു ഉമ്മത്തൂരിലേക്ക്. അന്ന് ഉമ്മത്തൂർ സഖാഫത്തുൽ ഇസ്ലാമി അറബി കോളേജിലെ പ്രിൻസിപ്പാളാണ് കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ. അതിന്റെ തൊട്ടടുത്തുള്ള പാറക്കടവ് താലീം സുബിയാൻ സെക്കൻഡറി മദ്രസയിലെ സദർ മുദരിസാണ് ഞാൻ. രാത്രി കണ്ട് എന്റെ അടുക്കൽ കുട്ടികൾ വരുന്നു. നിങ്ങളോട് പള്ളി ചെല്ലാൻ പറഞ്ഞു, ഉമ്മത്തൂർ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. ആര്? ബീരാൻകുട്ടി മുസ്ലിയാർ. ബീരാൻകുട്ടി മുസ്ലിയാർ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അബ്ദുറഹ്മാൻ നഗർ പഞ്ചായത്തിലുള്ള ഒരു പണ്ഡിതനാണ്, ഒരു ദൈവബന്ധു തഹസീലാണ്, പണ്ഡിതനാണ്. എന്താ സംഭവം എന്ന് ചോദിച്ചു. ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ വന്നിട്ടുണ്ട് എന്തോ ചർച്ച ചെയ്യാൻ വേണ്ടി. അപ്പൊ ഞാൻ ചെന്നപ്പോ അദ്ദേഹം നിലത്തിരിക്കുകയാണ്. കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ കട്ടുമ്പ കിടക്കുകയാണ്. ഞങ്ങൾ തൊട്ടടുത്ത റൂമിൽ ഇരിക്കുന്നത് അയ്യന്തൽ ഉണ്ടാക്കിയ ഒരു കുഞ്ഞബ്ദുള്ള മുസ്ലിയാരുണ്ട്, അവിടുത്തെ വൈസ് പ്രിൻസിപ്പാള്. ഒരു ബഷീറുദ്ദീൻ മൗലവി ഉണ്ട്, കക്കോവുകാരനുണ്ട്, സയ്യിദ് മരക്കാർ, അബ്ദുൽ ഉലമക്കാൻ സയ്യിദ് മരക്കാരുണ്ട്, ഈ ബീരാൻകുട്ടി മുസ്ലിയാരുണ്ട്, ഈ ഉള്ള ഞാനുമുണ്ട്. ഞങ്ങൾ 5 പേരുണ്ട്. ഞങ്ങൾ ജനാലയത്തിനുള്ളിൽ കൂടെ നോക്കി കാണുന്നു. ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞു കൊടുക്കാൻ നാളെ ബഷീർ മുസ്ലിയാരും ചെറൂക്കാരും ഇവിടെ വരും. അവിടെ കുത്തബ പരിഭാഷയായിരുന്നു, ജമാഅത്തുകാരാ നടത്തിയിരുന്നത്. ബഷീർ മുസ്ലിയാർ വയലിൽ പറഞ്ഞ് അവിടെ ഒരു കുഴപ്പത്തിലായിട്ടുണ്ട്, ഇവിടുത്തെ മധ്യസ്ഥമാണ് സ്വീകരിക്കുക. ഓല് വരുമ്പോ കുത്തുപരിഭാഷ ഹറാമാന്ന് പറയണം. കണ്ണിയത്ത് പറഞ്ഞു ഞാനത് പറയില്ല. ഷാഫി ഫിഖ്ഹിൽ കുത്തുപരിഭാഷ ഹറാമാന്ന് കിട്ടൂല. ഷാഫി മദ്ഹബിലും നല്ല ഫിഖ്ഹിലും നല്ല ഒരു ഫിഖ്ഹിലും കിട്ടൂല. അതുകൊണ്ട് ഞാനത് ഒരിക്കലും പറയില്ല. ഇതെത്ര പറഞ്ഞിട്ടും ഇ.കെ. സമ്മതിക്കുന്നില്ല. ഇ.കെ. പറഞ്ഞിട്ട് കണ്ണിയത്തും സമ്മതിക്കുന്നില്ല. അവസാനം ഒരു കവർ എടുത്ത് കൊടുത്തു, ഒരു ചുവന്ന കവർ. ഇതെന്താന്ന് ചോദിച്ചു. അത് പൈസയാണ്, കായാണ് എന്നാണ് പറഞ്ഞ വാക്ക് പറയാണ്. കായാണ്. എത്ര ഉണ്ട് എന്ന് ചോദിച്ചു. 50 ഉറുപ്പ്യ ഉണ്ട് എന്നാണ്. അത് വാങ്ങി തലേന്റെ വീട്ടിലവിടെ വെച്ചു. എന്നിട്ട് വന്ന ഇങ്ങോട്ട് പറ, അത് ഞാനോട് പറഞ്ഞു കൊടുക്കാം. അല്ലാണ്ട് കുത്തുപരിഭാഷ ഹറാമാന്ന് ഞാൻ പറയില്ല. എന്താ പറഞ്ഞു തരുന്നത് അത് ഞാനോട് പറഞ്ഞു കൊടുക്കാം. ശരി അങ്ങനെ പറഞ്ഞാൽ മതി എന്ന്. അപ്പൊ പറയാ ഒരു നാട്ടിൽ കുത്തുബ അറബിയിൽ ഓതുക എന്നുള്ളതാണ് അസ്ല്. ആ അസ്ല് ചെയ്യണം എന്ന് പറയുന്ന ആൾക്കാരുള്ളപ്പോൾ അവിടെ പരിഭാഷപ്പെടുത്തുക എന്നുള്ളത് അസ്ലിന്റെ മേൽ ഗസ്ബാണ്. ഗസ്ബ് ഹറാമാണ്. അപ്പൊ ഗസ്ബ് എന്ന് പറഞ്ഞാൽ എന്താ? പിടിച്ചൊരിക്കൽ ഹറാമാണ്. അപ്പൊ എന്താ പറഞ്ഞത്? കുത്തുപരിഭാഷ ഹറാമാന്നാ? അല്ല, ഗസ്ബ് ഹറാമാന്നാ പറഞ്ഞത്. എന്താ ഗസ്ബ്? പിടിച്ചൊരിക്കല്. നിങ്ങളേക്ക് മുണ്ട് പിടിച്ചൊരിക്കല്, മുതൽ പിടിച്ചൊരിക്കൽ ഒക്കെ പിടിച്ചൊരിക്കൽ ഹറാമാണ്. അപ്പൊ അസലിന്റെ ഗസ്ബ് ഹറാമാണ്. ഇത് കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ ഒരു 4-5 പ്രാവശ്യം മടക്കി പറഞ്ഞ ഇത് ഞാൻ പറയാം. ഇതിന് കുത്തുപരിഭാഷ ഹറാമാന്നൊന്നും പറയില്ല, അത് ഞാൻ ഒരിക്കലും പറയില്ല, ഇത് ഞാൻ അങ്ങോട്ട് പറയാന്ന് പറഞ്ഞു. അങ്ങനെ രാത്രി ഒരു 2:30 മണി 3 മണി ആയിട്ടുണ്ടാവും. കണ്ണിയത്ത് ഇ.കെ. പോയി. ഞാനും ഒരു സൈക്കിളുമ്മേൽ പാറക്കടവിലേക്ക് ഞാനും പോയി. പിറ്റേന്ന് നേരം വെളുത്തു. ഒരു 10:30 മണിക്ക് ഞാൻ റോട്ടുമ്മൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ബഷീറും മൊയ്യാരും പാർട്ടിയും വരുന്നുണ്ട്. ഞാൻ എനിക്ക് അറിയുന്ന ആൾക്കാരായിരുന്നത്. ചെറൂർ എൻ്റെ അടുത്ത നാടാണ്. നിങ്ങൾ കുത്തുപരിഭാഷ ഹറാമാക്കാൻ വരികയല്ലേ എന്ന് ചോദിച്ചു. എന്തേന്ന് ചോദിച്ചു. അല്ല എന്തായാലും ഇ.കെ. അവിടെ വന്നിരുന്നു, ഇങ്ങനെയൊക്കെ കണ്ണിയത്തിന് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്, ഇതാണ് സംഭവം, ഹറാമാന്ന് ഞങ്ങൾക്ക് കിട്ടുള്ളൂ, ഗസ്ബ് ഹറാമാന്ന് പറയുന്നു. അപ്പൊ ബഷീർ വലിയ ഒരു എന്താ അങ്ങനെ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ കുത്തുബ ഇന്നലെ ഇ.കെ. മന്ദിന്നൊരു കഥ പറഞ്ഞതാ ഞാൻ. മൂപ്പരെ പിന്നെ അതിന്റെ അവസ്ഥ പറയാനില്ലല്ലോ. മൂപ്പർ അങ്ങോട്ട് പോയി അതേ രൂപത്തിൽ തിരിച്ചിങ്ങോട്ട് പോന്നു. ഇപ്പൊ എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചാൽ ഇത് കഴിഞ്ഞു. ഇവരൊക്കെ അങ്ങ് പോയപ്പോ ഞാൻ നേരെ പോയി പാറക്കടവ് പള്ളിയിൽ കാളിയാർ അടുക്കല്. കണാരന്റെ അഹമ്മദ് മുസ്ലിയാർ എന്ന് പറഞ്ഞാൽ നല്ലൊരു ഫഖീഹാണ്, പണ്ഡിതനാണ്, പക്വമതിയാണ്, വിവരമുള്ള ആളാണ്. മൂപ്പരോട് എന്ത് വിവരങ്ങളൊക്കെ പറഞ്ഞു. പക്ഷെ മൂപ്പര് പറഞ്ഞ വിവരം ഇപ്പൊ നിങ്ങളോട് ഞാൻ പറയുന്നില്ല. പടച്ചോനിലും പരലോകത്തിലും വിശ്വാസം ഒരു കൂട്ടർക്കുണ്ടെങ്കിൽ സ്വതര ഇമ്മാതിരി വർത്താനം ഒരു നാടൻ പറയില്ല. എന്നിട്ടല്ല പണ്ഡിതൻ. അള്ളാഹുവിലും പരലോകത്തിലും വിശ്വാസമുള്ള ഒരുത്തനാണെങ്കിൽ ഈ വർത്തമാനം ഒരു നാടൻ പറയില്ല, വിശ്വാസമുള്ള ഒരു നാടൻ പറയില്ല. എന്നിട്ടല്ല ഇവർക്കൊക്കെ വിശ്വാസം ഏതിലേ ഉള്ളൂ? തന്റെ സ്ഥാനമാനങ്ങൾ നഷ്ടപ്പെടാതിരിക്കാനും തന്റെ കീശ വീർക്കുക എന്നുള്ളതുമല്ലാതെ ഇവർക്ക് മറ്റൊരു പേടിയുമില്ല. അത് നഷ്ടപ്പെടുന്നില്ല പേടിയും മറ്റൊരു വിശ്വാസവും ഇവർക്കില്ല എന്ന്
ആ കണാരണ്ടിയിൽ അഹമ്മദ് മുസ്ലിയാർ ആ മഹാപണ്ഡിതൻ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ ചിന്തിക്കണം, പടച്ചോനെ ഇക്കൂട്ടരെ കൂടെ നടന്നാൽ ഈമാനോട് കൂടെ മരിക്കാൻ ഒരിക്കലും സാധ്യമല്ല, ഒരിക്കലും സാധ്യമല്ല. ഇവർ പറയും പോലെ കേട്ടു നടന്നാൽ. പിന്നീടാണ് ഞാൻ എന്ത് ചെയ്തത്, ഗ്രന്ഥങ്ങൾ ശേഖരിക്കൽ തുടങ്ങിയത്. സലഫി ഗ്രന്ഥങ്ങൾ അതിനു മുമ്പ് കണ്ടുകൂടാത്തതാണ്. പ്രസംഗിച്ച് നടക്കും, കിട്ടുന്ന സമയത്തൊക്കെ അവർക്ക് എതിരായിട്ട് പ്രസംഗിക്കും. മുജാഹിദുകൾക്ക് എതിരായിട്ട് ഒരുപാട് പ്രസംഗിച്ചിട്ടുണ്ട്. ഉമർ മൗലവിനൊക്കെ ഞാൻ ഒരുപാട് വിമർശിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ കൊണ്ട് അവസാനം പൊരുത്തപ്പെടിച്ചിട്ടുമുണ്ട്. ഒരുപാട് വിമർശിച്ചിട്ടുണ്ട്, ഒരുപാട്. എൻ്റെ ഉപ്പാന്റെ മംഗള മകനാണ് കെ എം മൗലവി, അദ്ദേഹത്തെയും വിമർശിച്ചിട്ടുണ്ട്. പക്ഷെ പിന്നീട് എന്ത് ചെയ്തു, അതൊക്കെയും തിരുത്തേണ്ടി വന്നു. തിരുത്തി കിതാബുകൾ കണ്ടു. അതല്ലാതെ ബലാരും പ്രസംഗത്തൊന്നും കേട്ടിട്ടില്ല മുജാഹിദായത്. മനസ്സ് വേദനിച്ച് പരലോകം ലഭിക്കണം, നരകത്തിൽ കടക്കാൻ കഴിയുകയില്ല എന്ന ഒരൊറ്റ മോഹം കൊണ്ട് സലഫിയത്തിലേക്ക് വന്നതാണ്. പടച്ച തമ്പുരാന്റെ തൗഫീഖ് കൂടി 10-38 കൊല്ലമായി. ഇന്ന് ആ പ്രസ്ഥാനത്തിൽ ജീവിക്കുന്നു. സംഘടനാ രംഗത്ത് പ്രവർത്തിക്കുന്നില്ലെങ്കിലും എൻ്റെ ദഅവ പ്രവർത്തനങ്ങളൊക്കെയും ആ മാർഗത്തിലേക്ക് പടച്ച തമ്പുരാൻ ആക്കി തന്ന. അതോടുകൂടെ എൻ്റെ കുതുബിയത്തും ബാക്കിയുള്ള എല്ലാ ഇയ്യത്തും ഇത് നഷ്ടപ്പെട്ടു പോയി, ഒഴിവാക്കി. കാരണം പരലോകം കിട്ടണം. കുത്തുബിയത്തുകൊണ്ട് പരലോകം കിട്ടുമെന്ന് ആരാ നമുക്ക് പഠിപ്പിച്ചത്? കുത്തുബിയത്തുകൊണ്ട് 12 റക്അത്ത് നിസ്കരിക്കണം. കുത്തുബിയത്ത് അല്ലാണെങ്കിൽ ആർക്ക് വേണ്ടിയാണ് നിസ്കാരം? അള്ളാഹ്ക്ക് വേണ്ടി നിസ്കരിച്ചിട്ട് മൊയ്തീൻ ശൈഖിനെ വിളിക്കേണ്ടി അങ്ങനെ ഉണ്ടോ? അള്ളാഹ്ക്ക് വേണ്ടി നിസ്കരിച്ചിട്ട് 12 റക്അത്ത് നിസ്കരിക്കുക, ഇഖ്ലാസും ഫാത്തിഹ ഓതിയിട്ട് 12 റക്അത്ത് നിസ്കരിക്കുക. ആർക്ക്? എന്നിട്ട് വിളിക്കുന്നത് എന്തെന്നാണ്? അബ്ദുൽ ഖാദിർ മുഹിയുദ്ദീൻ. എന്നിട്ട് അബ്ദുൽ ഖാദിർ മുഹിയുദ്ദീൻ എന്ന് വിളിക്കുക. വമയുനാദി സിമി അൽഫം ബിഖൽവതിഹി അസ്മൻ ബിഹിമ്മതിഹി സർമൻ ലിഗഫവതിഹി അജബ്തുഹു മുസ്രിഅൻ മിൻ അജ്ലി ദഅവതിഹി ഫൽയദു യാ അബ്ദുൽ ഖാദിർ മുഹിയുദ്ദീൻ. എന്നിട്ട് അബ്ദുൽ ഖാദിർ മുഹിയുദ്ദീനെ എന്ന് വിളിക്കണം. അതിന്റെ ഈ വിശദീകരണം നിങ്ങൾക്ക് ഫൈസൽ മുസ്ലിയാർ തരും. അത് ഈ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനിയുടെ ബഹിജ എന്നൊരു കിതാബുണ്ട്. അതിലുണ്ട്. അവസാനത്തിൽ അവർ സ്വന്തം ബൈത്ത് എന്ന് പറഞ്ഞ് അച്ചടിച്ച് വന്നിട്ടുണ്ട്. ഇതിന്റെ ഉദ്ധരണികളൊക്കെ അതിലുണ്ട്. അത് അവർ സ്വന്തം ബൈത്ത് എന്ന് അവരുടെ മേൽ മൻസൂബായതാണ്, അവരുടെ മേൽ കെട്ടി ഉണ്ടാക്കപ്പെട്ടതാണ്. അദ്ദേഹം ഉണ്ടാക്കിയതല്ല, അദ്ദേഹം അതിൽ നിന്നൊക്കെയും ബരി ആണ്. അദ്ദേഹത്തിന്റെ ഗ്രന്ഥമാണ് ഉന്നത്തു ത്വാലിബീൻ, ഫതുഹുർ റബ്ബാനി. ഇതിലൊന്നും അമ്മാരി ഒരു കുന്തവുമില്ല, ഇവർ പറയുന്ന ഒന്നുമില്ല. അദ്ദേഹം ഈ തലക്കെട്ടുകാർക്ക് എതിരാണ്. ഈ ആരാന്റെ മുതൽ നക്കി നടക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവർക്ക് എതിരാണ്. അതിനു വേണ്ടി പ്രവർത്തിക്കുന്ന ആൾക്കാർ എതിരാണ്. എന്ത് കാര്യത്തിന് അവർക്ക് ഇത് ആരാന്റെ ചോറും പൈസ നക്കാലോ തക്കിടിയും പണ്ട് അങ്ങൊരു മുരൂതുണ്ടായിരുന്നു. ഇത് ആരാന്റെ ചോറും പൈസ അവനെ കൊണ്ട് എഴുതി ഉണ്ടാക്കിയതാണത്. ഹലാലും ഹറാമും നോക്കി നിന്നാലോ വെക്കുമ്പോ ഇതാരാന്റെ ചോറും പൈസ നക്കാലോ തക്കിടിയും, ആ തക്കിടി തന്നെയാണത്. അതിനുള്ള പരിപാടികളുമാണ്. ഇൻഷാ അല്ലാഹ് സമയം കിട്ടിയ കാര്യങ്ങളൊക്കെ നമുക്ക് വിവരിക്കാം. പഠിച്ച തമ്പുരാൻ തോഫിക്കേട്ട് ഇപ്പോൾ സമയമില്ല. ആളുകൾ പിന്നിൽ കാത്തിരിക്കുന്നുണ്ട്. ഫൈസൽ മുസ്ലിയാരുണ്ട്, ബഷീർ ദാരിമുണ്ട്, കുഞ്ഞാല മുസ്ലിയാരുണ്ട്. ഒരുപാട് അനുഭവങ്ങൾ പറയാനുണ്ട്. അതേ പ്രകാരം അഹമ്മദ് ഫൈസി ഉണ്ട്. പഠിച്ച തമ്പുരാൻ നമുക്കെല്ലാവർക്കും ഹിദായത്ത് നൽകുമാറാവട്ടെ. അവസാനം എല്ലാവരെയും ഈമാനോട് കൂടെ അല്ലാഹു തആല മരിപ്പിക്കുമാറാവട്ടെ. ഈ യോഗം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അല്ലാഹുവിന്റെ നാമത്തിൽ ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.